welcome back to my channel. PSC പഠിക്കുന്ന മിക്കുള്ളവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ അത് കൂടുതൽ കാലം നമ്മുടെ മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ച ടോപ്പിക്സ് ഒക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ആസ്പിരൻസും ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം ഇത് തന്നെയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് 5 tips to memorize anything you study എന്നുള്ളതാണ്. ഒരു 5 ടിപ്സ് നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് റാദർ ദാൻ ബ്ലൈൻഡ്ലി മെമ്മറൈസിങ്. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അത് കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം ആ ടോപ്പിക്ക് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ആണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ SCRT പഠിക്കുന്ന ടൈമിൽ നമ്മളൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഓവറോൾ ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുക്കുക. എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൻ്റെ അകത്ത് ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ സബ് ടോപ്പിക്കായിട്ട് പഠിച്ചു പോവുക. അങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം മുതലേ എന്താണ് ഈ ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് ഉള്ളതെന്ന് അറിയാതെ നമ്മൾ ആദ്യത്തെ കാണുന്ന ഒരു സബ് ടോപ്പിക്ക് എടുത്ത് വെച്ചിട്ട് അത് കാണാപ്പാഠം പഠിച്ച് അടുത്തത് കാണാപ്പാഠം പഠിച്ച് അങ്ങനെ പോകുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള രീതിയേ അല്ല. നമുക്ക് ഒരുപാട് നാൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റത്തില്ല നമ്മുടെ മെമ്മറിയിൽ. നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതേസമയം ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആ സബ് ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. സോ എന്ത് പഠിച്ചാലും ബ്ലൈൻഡ്ലി അത് മെമ്മറൈസ് ചെയ്ത് അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കാതെ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി ടോപ്പിക് ആൻഡ് എന്താണ് അതിൽ പറയുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് യൂസ് വിഷ്വൽ അസോസിയേഷൻ എന്നുള്ളതാണ്. നമ്മൾ എന്ത് പഠിച്ചാലും അതൊരു ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാറിനെ കുറിച്ച് പഠിക്കുകയാണ്, ഇപ്പോൾ ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അതേതെങ്കിലും നമ്മൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാം, നമ്മുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വിഷ്വൽ ഇമേജ് നമ്മുടെ ബ്രെയിനിലോട്ട് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം കണ്ടു പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വിഷ്വലി നമ്മളൊരു കാര്യം നമ്മുടെ ബ്രെയിനിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ബ്രെയിൻ ആണെങ്കിൽ ഒരുപാട് നാൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. ഇപ്പോൾ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ, പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടായിരിക്കും അവരുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ്? പിക്ചേഴ്സ് കാണുമ്പോൾ കുട്ടികൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും, അവരുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ അത് നിൽക്കും. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന ടൈമിലാണെങ്കിൽ അതൊക്കെ ഒരു സ്റ്റോറി പോലെ ആലോചിച്ച് വെക്കുക. ഇപ്പോൾ നമ്മളൊരു തിയറി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവാണ്, കുറച്ചുകൂടി നല്ല എഫക്റ്റീവാണ് നമ്മളത് ഒരു കഥ പോലെ നമ്മൾ ഓർത്ത് വെക്കാന്നുണ്ടെങ്കിൽ. സോ ട്രൈ ടു യൂസ് വിഷ്വൽ അസോസിയേഷൻസ് വെൻ യു ആർ സ്റ്റഡി. മൂന്നാമത്തെ ടിപ്പാണ് യൂസ് നിമോണിക്സ് എന്നുള്ളത്. എന്താണ് നിമോണിക്സ്? ഇപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളി വായിച്ച് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിന് പകരം അതിൽ ഓരോ വേർഡ്സും എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉണ്ടല്ലോ, ഓരോ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്തിട്ട് ഒരു കോഡ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ഓർഡറിൽ ആ കോഡ് ഉണ്ടാക്കുന്ന ടൈമിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലായിരിക്കും. അത് നമുക്ക് ലോങ് ടൈമിലേക്ക് ആ ഒരു കോഡ് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ കോഡ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റും ഓർമ്മയിൽ വരും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ബിൽസ് ഉണ്ടല്ലോ, ലൈക്ക് ഓർഡിനറി ബിൽസ്, മണി ബിൽസ്, ഫിനാൻഷ്യൽ ബിൽസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബിൽസ്, ഇങ്ങനെയൊക്കെയുള്ള ബിൽസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബില്ല് മറന്നു പോയാലും നമ്മളൊരു കോഡ് ഉണ്ടാക്കി വയ്ക്കുക. ഇപ്പോൾ ഓർഡിനറി ബിൽസിൻ്റെ O എടുക്കുക, മണി ബിൽസിൻ്റെ M എടുക്കുക, ഫിനാൻഷ്യൽ ബിൽസിൻ്റെ F എടുക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ് ബിൽസിൻ്റെ C എടുക്കുക. അപ്പോൾ OMFC ഇത് ആലോചിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടോ തിരിച്ചിട്ടോ ഒക്കെ നിങ്ങളുടെ കൺവീനിയൻസിന് അനുസരിച്ച് ഇത് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഒരു ബില്ലും നമുക്കിപ്പോൾ എക്സാം ഹാളിൽ വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ബില്ലെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ ഈ കോഡ് ആലോചിച്ച് വെച്ചാൽ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് നമുക്കത് ക്ലിക്കാവും. ഇതൊക്കെയാണ് ഇന്ന ബില്ലൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലുള്ള ന്യൂമോണിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റുക. അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഓർത്തിരിക്കാൻ പറ്റിയത് ഇങ്ങനെയുള്ള ന്യൂമോണിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുമ്പോഴാണ്. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മെമ്മറൈസ് ദെം ഇൻ ചങ്ക്സ് എന്നുള്ളതാണ്. ചങ്കിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക. എന്താണ് ചങ്കിങ് ടെക്നിക്ക്? നമുക്കിപ്പോൾ ഒരു വലിയൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ വലിയ ടോപ്പിക്ക് ഫുള്ളായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് മെമ്മറൈസ് ചെയ്ത് പഠിക്കുന്നതിന് പകരം നമുക്കതിനെ കുട്ടി കുട്ടി ടോപ്പിക്സ് ആക്കാം, അല്ലെങ്കിൽ കുട്ടി കുട്ടി ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ കുട്ടി കുട്ടി ഭാഗങ്ങൾ അല്ലെങ്കിൽ ആ ചെറിയ ചങ്ക് മാത്രമായിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മെമ്മറിയിൽ ഇരിക്കുകയും ചെയ്യും. ഒരുപാട് നമ്മൾ ഓവർ ബേർഡനായിട്ട് മെമ്മറൈസ് ചെയ്ത് ബ്രെയിനെ ഭയങ്കര ടയേർഡാക്കുന്ന രീതിയിൽ പഠിക്കത്തില്ല. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് യൂസ് ദ പവർ ഓഫ് ആക്രോണിംസ് എന്നുള്ളതാണ്. എന്താണ് ആക്രോണിംസ്? അതായത് ആക്രോണിംസ് എന്ന് പറയുന്നത് അബ്രീവിയേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഫോമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആക്കിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അബ്രീവിയേഷൻ അല്ലെങ്കിൽ ആക്രോണിം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അത് ഫോം ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ
KFC എന്ന് പറയുന്ന ഒരു ആക്രോണിമാണ്. എന്തിൻ്റെ ആക്രോണിമാണ്? കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ്റെ ആക്രോണിമാണ് KFC എന്ന് പറയുന്നത്. KFCയുടെ ഫുൾ ഫോമാണ് കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന ടൈമിലും ഓരോ ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോഴും ഇങ്ങനെ ഷോർട്ട് ഫോം ആക്കി അല്ലെങ്കിൽ അബ്രീവിയേഷൻസ് ഉണ്ടാക്കി ആക്രോണിംസ് ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ കൂടുതൽ കാലം നമ്മുടെ മെമ്മറിയിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. വലിയൊരു സെൻറ്റൻസ് പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഷോർട്ട് ഫോം ആക്കി പഠിക്കുമ്പോഴത്തേക്ക് ആ ഷോർട്ട് ഫോം മാത്രം നമ്മൾ ആലോചിച്ച് വെച്ചാൽ മതിയല്ലോ. ഇങ്ങനെ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന ടൈമിൽ ആ കോഡ്സ് ആയിരിക്കും നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത് അല്ലെങ്കിൽ മെമ്മറിയിൽ വരുന്നത് അതായിരിക്കും. സോ ഇങ്ങനെയുള്ള ആക്രോണിംസ് ഫോം ചെയ്യാം. നമ്മൾ തന്നെ സ്വന്തമായിട്ട് പഠിക്കുന്ന ടൈമിൽ നമ്മുടേതായ ആക്രോണിംസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോം ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീകോൾ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻസ്റ്റെഡ് ഓഫ് റിവൈഡ് യു ക്യാൻ പ്രാക്ടീസ് ആക്റ്റീവ് റീകോൾ. അതായത് നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കൂടുതൽ കാലം മെമ്മറിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റായിട്ട് റിവൈസ് ചെയ്യും. ഇപ്പോൾ റിവൈസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും? വായിച്ചു പോകായിരിക്കും, പിന്നെ റെപ്പറ്റീഷനായിട്ട് പിന്നെ വായിച്ചു പോകുന്നതായിരിക്കും. അതിന് പകരം ട്രൈ ടു റീകോൾ. ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമ്മൾ ബുക്കൊന്ന് മടക്കി വെച്ചിട്ട് അത് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക. അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ട്രൈ ടു റീകോൾ ഇറ്റ്, നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ റിവൈസ് ചെയ്ത് ചുമ്മാ വായിച്ചു പോകുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവ് അല്ലെങ്കിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് റീകോളിംഗ് എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതിന് പകരം ട്രൈ ടു റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ചതിന് ശേഷം അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടും ഇന്നലെ പഠിച്ച ടോപ്പിക്ക് അല്ലെങ്കിൽ മുന്നേ പഠിച്ച ടോപ്പിക്ക് ഒന്ന് റീകോൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ആ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മെമ്മറിയിൽ ഫിക്സ് ആയിട്ടിരിക്കുകയാണ്. എല്ലാ ടോപ്പേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് റീകോളിംഗ് എന്ന് പറയുന്നത്. കാരണം അവർ റിവൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലും ഇപ്പോൾ UPSC ടോപ്പേഴ്സൊക്കെ അവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആക്റ്റീവ് റീകോളിംഗ് ആണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ചുമ്മാ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാതെ ആയിരിക്കും, അല്ലെങ്കിൽ ആർക്കോ വേണ്ടി പഠിച്ചു കഴിഞ്ഞതല്ലേ അപ്പോൾ ആർക്കോ വേണ്ടി വായിക്കുന്ന പോലെ ആയിരിക്കും, നമ്മൾ വായിച്ചങ്ങ് വിടുമായിരിക്കും. അതിന് പകരം നമ്മൾ റീകോളിംഗ് പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം നമുക്കതിരിക്കും. കാരണം PSC എന്ന് പറയുന്നത് നമ്മൾ ഒരൊറ്റ എക്സാം ലക്ഷ്യമാക്കി ആയിരിക്കത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ജോലിക്ക് കയറി പറ്റണം, ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കിത് ലോങ് ടൈമിലേക്കാണ് നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാലം നമ്മൾ മെമ്മറിയിൽ ഇരിക്കേണ്ട സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ കുറച്ച് എഫേർട്ട് ഇട്ട് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു അഡീഷണൽ ടിപ്പ് അല്ലെങ്കിൽ ബോണസ് ടിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്ത് പഠിച്ചാലും ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക. അതായത് ലിങ്ക് ചെയ്ത് പഠിക്കുക, ടോപ്പിക്സ് തമ്മിൽ ലിങ്ക് ചെയ്ത് പഠിക്കുക. ലിങ്കിങ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ലിങ്ക് ചെയ്ത് ടോപ്പിക്സൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കുന്ന ടൈമിൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന ടൈമിൽ ആ ഡേറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആദ്യം നടന്ന സംഭവങ്ങൾ പിന്നെ നടന്ന എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അതൊരു സ്റ്റോറി പോലെ ഫിക്സ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമുക്കത് ഒരു പ്രൊജക്റ്റിൽ നമ്മളൊരു മൂവി കാണുന്ന പോലെ നമ്മളൊരു ഇമേജസ് അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷനൊക്കെ കൊടുത്ത് നമുക്ക് പഠിച്ച് വെക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്. So this is for today. If you like this video, please do like and subscribe my channel. And thank you so much for watching and see you guys in the next video. Bye bye.